സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും. ഈ വാചകം ബൈബിളിലെ പുതിയ നിയമത്തിലെ പ്രസിദ്ധമായൊരു വാചകമാണ്. എങ്കിലും ഈ വാചകത്തിൻ്റെ രാഷ്ട്രീയ പ്രസക്തിയെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊന്നും അധികം ചർച്ച ചെയ്ത് കണ്ടിട്ടില്ല. പക്ഷേ ബെനഡിക്ട് 16 മാർപ്പാപ്പ 2007 പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചാക്രിക ലേഖനമാണ് ദൈവം സ്നേഹമാകുന്നു. അതിൻ്റെ 27ഉം 28ഉം ഖണ്ഡികകളിൽ വിശ്വാസികളുടെ സാമൂഹ്യ ജീവിതം എന്തായിരിക്കണം, സഭയുടെ അതിൻ്റെ കാഴ്ചപ്പാട് എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. ഈ വിശദീകരണത്തിൽ മാർപ്പാപ്പ പറയുന്ന ഒരു വാചകം ഇങ്ങനെയാണ്: ഇത്തരം കാര്യങ്ങളെക്കുറിച്ച്, അതായത് ഒരു വിശ്വാസിയുടെ സാമൂഹിക രാഷ്ട്രീയ ജീവിത ദൗത്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനും പഠിപ്പിക്കാനും സഭ വൈകിപ്പോയി. ഇതാണ് ആ വാചകത്തിൻ്റെ കണ്ടന്റ്. എന്നിട്ട് അദ്ദേഹം തുടരാണ്: മതവും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കണം? അത് തികച്ചും രണ്ടായിരിക്കണം. പൊളിറ്റിക്സിൻ്റെ ഓട്ടോണമിയുണ്ട്, മതത്തിന് മതത്തിൻ്റെ ഓട്ടോണമിയുണ്ട്. അവ പരസ്പരം പൂരകങ്ങളാണ്, പക്ഷേ അവയ്ക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്വയം ഭരണ സ്വാതന്ത്ര്യമുള്ള സമൂഹത്തിൻ്റെ ഘടനാരൂപങ്ങളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് മതവും രാഷ്ട്രീയവും തമ്മിലുള്ള കൂട്ടുകെട്ട് രാഷ്ട്രത്തെ ദുഷിപ്പിക്കുന്നു. മതവും രാഷ്ട്രവും രണ്ടായി നിലനിൽക്കണം. പക്ഷേ ലോകചരിത്രം മുഴുവനും മതരാഷ്ട്രങ്ങൾ രൂപീകരിക്കാനുള്ള വലിയ ശ്രമത്തിലാണ്. അപ്പോൾ ആ ശ്രമം നൂറ്റാണ്ടുകളായി സഭ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളത് തികച്ചും അത് കർത്തവ്യത്തിൽ വന്നിട്ടുള്ളൊരു കുറവാണ്. എങ്കിലും ഇക്കാലഘട്ടത്തിലെങ്കിലും അത് തിരിച്ചറിഞ്ഞുവല്ലോ. കാരണം അത് തിരിച്ചറിയാത്ത അനേകം പേര് ഇപ്പോഴും ലോകത്തിൽ നിലവിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒറിജിനെക്കുറിച്ച് ഒന്ന് നമ്മൾ ചിന്തിക്കുന്നത് നന്നായിരിക്കും. ലോക സംസ്കാരങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ, പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ സാമ്പത്തികമായും സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും ഉന്നതിയിൽ നിന്നിരുന്ന ഒരു രാജ്യമാണ് ഈജിപ്ത്. അതിൻ്റെ ചരിത്രം നമുക്കറിയാം. പിരമിഡുകൾ, മമ്മികൾ, അതുപോലെ തന്നെ ജിയോമെട്രി, ഇതൊക്കെ അവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഈജിപ്തിലെ ഭരണ സംവിധാനത്തെ പരിശോധിച്ചാൽ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. അവിടുത്തെ രാജാവ് ദൈവത്തിൻ്റെ പുത്രനാണ്. ആ രാജാവ് തന്നെയാണ് യഥാർത്ഥ പുരോഹിതൻ. അപ്പം എന്താണ് പുരോഹിതൻ? ദൈവവുമായിട്ട് അദ്ദേഹത്തിന് മാത്രമേ ബന്ധമുള്ളൂ. അദ്ദേഹമാണ് ഒരു ഏക വ്യക്തി. അപ്പം ശരിക്കും പറഞ്ഞാൽ രാജാവും പുരോഹിതനും മതവും രാഷ്ട്രീയവും ഒറ്റ കേന്ദ്രത്തിൽ നിലനിൽക്കുന്നതാണ് ഈജിപ്ഷ്യൻ രീതിയായിരുന്നത്. അപ്പോൾ ആ ഈജിപ്ഷ്യൻ രീതിയാണ് മറ്റു പല രാജ്യങ്ങളും സംസ്കാരങ്ങളും പിന്തുടർന്നിരുന്നത്. മറ്റു രാജ്യങ്ങളുടെ ചരിത്രത്തിലേക്കൊന്നും പോകാതെ നേരിട്ട് ഇസ്രായേലിൻ്റെ ചരിത്രത്തിലേക്ക് വരുമ്പോഴോ, ആ ഇസ്രായേലിൻ്റെ ചരിത്രം ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപം കൊള്ളുന്ന കാലഘട്ടത്തിൽ ഇത്തരം ഒരു രാജാവിൻ്റെയും പുരോഹിതൻ്റെയും റോള് ഒന്നിച്ച് ഒരു വ്യക്തി എടുത്തിരുന്നതായിട്ട് മോശയെക്കുറിച്ച് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ
ഈജിപ്തിലുണ്ടായിരുന്ന അതേ രീതിയാണ് മോസസും രാജാവ്, പുരോഹിതൻ, ദൈവസ്വരം എന്ന കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നത്. അതിന് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ അഹറോൻ്റെ അപ്പോയിൻമെൻറ്റ്, അഹറോൻ്റെ നിയമനം എന്ന് പറയുന്ന ഒരു പാസേജ് ഉണ്ട്. അതിൽ മോശയും അഹറോനും തമ്മിലുള്ള സംഭാഷണം എങ്ങനെയായിരിക്കണമെന്ന് ദൈവം മോശയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണെന്നറിയൂ? അഹറോനെ, മോശ നിനക്ക് ദൈവത്തെ പോലെയായിരിക്കണം. അവൻ പറയുന്നത് ദൈവത്തിൻ്റെ വാക്കുപോലെ നീ ആവർത്തിക്കണം. അപ്പം മോസസ് ജനങ്ങളുടെ നേതാവാണ്. മോസസ് ലേവിയ ഗോത്രത്തിൽപ്പെട്ട ആളാണ്, ജനങ്ങളുടെ നേതാവാണ്, പൊളിറ്റിക്കൽ ലീഡറാണ്. ആ പൊളിറ്റിക്കൽ ലീഡറിൻ്റെ വാക്കുകൾ ദൈവത്തിൻ്റെ വാക്കുപോലെ എടുത്ത് ജനങ്ങളോട് സംസാരിക്കുക, നാട്ടുകാരോട് സംസാരിക്കുക എന്നതാണ് അഹറോൻ എന്ന പുരോഹിതൻ്റെ അപ്പോയിൻമെൻറ്റ്. അത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ അത് തന്നിൽ തന്നെ തെറ്റാണ്. എന്ന് പറഞ്ഞാൽ ആ വാചകം പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയാണ്: മോശയുടെ നാവ് കൊണ്ട് സംസാരിക്കുന്നതിനെ ദൈവത്തിൻ്റെ സ്വരം പോലെ കണക്കാക്കി മോശയുടെ വാചകങ്ങളൊക്കെ ദൈവം പറയുന്നു എന്ന പോലെ അഹറോൻ ജനങ്ങളോട് പറയണം. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ മോസസിൽ തന്നെയാണ് പുരോഹിതൻ്റെ ദൈവവുമായിട്ട് ബന്ധപ്പെടാനുള്ള അധികാരവും നിലനിർത്തിയിരിക്കുന്നു. അപ്പോൾ അഹറോൻ വെറും മൗത്ത് പീസാണ്. അഹറോന് വേറെ സ്വന്തമായിട്ട് ദൈവമായിട്ട് ബന്ധമൊന്നുമില്ല. അഹറോന് മോസസായിട്ട് മാത്രമേ ബന്ധമുള്ളൂ. മോസസ് പറയുന്നത് അഹറോൻ പറയുക. പക്ഷേ ഇസ്രായേൽ മുന്നോട്ട് പോയപ്പോൾ ഇതിനൊരു വ്യത്യാസം വന്നു. മതത്തിൻ്റെ അധികാരിയായ പുരോഹിതൻ്റെ അധികാരവും രാജാവിൻ്റെ അധികാരവും തമ്മിൽ വിഭജിക്കപ്പെട്ടു. ആ വിഭജനം പല രാജ്യങ്ങളിലുണ്ട്. ആദ്യം ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ കാണിച്ചു തരാം. സാവൂളിനെ രാജാവായിട്ട് പ്രഖ്യാപിക്കുന്നത് സാമുവൽ പ്രവാചകനാണ്. അപ്പോൾ പ്രവാചകൻ്റെ ദൗത്യം എന്താണ്? ബലിയർപ്പിക്കുക എന്നാണ്. സാവൂളിൻ്റെ ദൗത്യം എന്താണ്? രാജ്യം ഭരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ദിവസം ഒരു സംഭവം ഉണ്ടാവുകയാണ്. പുരോഹിതൻ വരാൻ നേരം വൈകിയപ്പോൾ സാവൂള് നേരിട്ട് ബലിയർപ്പിച്ചു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒരു സാധാരണ സംഭവമായി തോന്നാമെങ്കിലും സാവൂൾ എന്ന രാജാവ് പരിശ്രമിക്കുന്നത് പുരോഹിതൻ്റെ അധികാരവും രാജാവിൻ്റെ അധികാരവും ഫ്യൂസ് ചെയ്ത് ഒരുമിച്ച് ചേർത്ത് ഒരാളിൽ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഈജിപ്തിൻ്റെ ഭരണ സംവിധാനത്തിൽ നിന്നൊരു വ്യത്യാസമില്ല. പക്ഷേ അതുമൂലം സാവൂളിന് രാജാധികാരം നഷ്ടപ്പെടുകയും ദാവീദ് എന്ന രാജാവ് വരികയും ചെയ്തു. അപ്പോൾ ഇതിൽ നിന്നൊരു പാഠം പറയുന്നത് ഇങ്ങനെയാണ്: രാജാവ് പുരോഹിതൻ്റെ അധികാരം ഏറ്റെടുക്കാൻ പാടില്ല. പക്ഷേ ഇതിങ്ങനെ തുടർന്ന് അതാണ് ഇസ്രായേലിൻ്റെ പൊളിറ്റിക്കൽ ഘടനയിലുള്ള ഒരു സംഭവം. അത് നല്ല ഒരു കാര്യമാണ്. അതാണ് ഇസ്രായേലിൻ്റെ ഒരു ബേസിക് മെസ്സേജ് ഈ ചരിത്രത്തിനകത്ത് വളർന്നു വന്നിട്ടുള്ളത്. ഇത് ഗ്രീക്ക് സംസ്കാരത്തിലോ ഇന്ത്യൻ സംസ്കാരത്തിലോ നോക്കിയാലും കാണാം. രാജാവ് യുദ്ധം ചെയ്യാൻ പോകുന്നതിന് മുൻപ് വെളിച്ചപ്പാട്, ഒറൈക്കിളിനോട് ചോദിക്കും. അപ്പോൾ ഡൽഫി ക്ഷേത്രത്തിലെ ഒറൈക്കിൾ അദ്ദേഹത്തിനാണ് വെളിച്ചപ്പാട് എന്ന് പറഞ്ഞാൽ തന്നെ അദ്ദേഹത്തിന് മാത്രമേ വെളിച്ചത്തിൻ്റെ പാടുള്ളൂ. ദാറ്റ് മീൻസ് ദൈവത്തിൻ്റെ ദൈവീക വെളിച്ചം ആൾക്ക് മാത്രമേ കിട്ടുള്ളൂ. അതിൻ്റെ ചെറിയ ടൈപ്പ് നമ്മുടെ കണ്ണൂരൊക്കെ ഉണ്ട്, തെയ്യം. ആ തെയ്യം എന്ന വ്യക്തിക്ക് ഇങ്ങനെ ഉറഞ്ഞ് തുള്ളി 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 ഒരു പ്രത്യേക സമയത്ത് അദ്ദേഹം ദൈവമായിട്ട് ട്രാൻസ്ഫർ ചെയ്യും. ആ ദൈവമായിട്ട് പകർന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അരുളപ്പാടുകളാണ് അടുത്ത വർഷത്തേക്കുള്ള സന്ദേശങ്ങൾ. അപ്പോൾ ഭരണകൂടത്തെയും
പുരോഹിതനെയും വേർതിരിക്കുന്ന ഒരു സംവിധാനം ഗ്രീസിലുണ്ടായിരുന്നു, അത് ഇന്ത്യയിലുണ്ടായിരുന്നു. പക്ഷേ ഈജിപ്തിൽ ഇങ്ങനെ ഒരു കേന്ദ്രീകരണം ഉണ്ടായിരുന്നു. ഈ കേന്ദ്രീകരണം റോമൻ സാമ്രാജ്യത്തിൽ വന്നപ്പോൾ ഈ കേന്ദ്രീകരണം വന്നു. ആ കേന്ദ്രീകരണത്തിന് പറയുന്ന പേരാണ്, ആരാണ് സീസർ? സീസർ എന്നാൽ ദൈവമാണ്, രാജാവാണ്. പൊന്തിഫൂസ് മാക്സിമോസ്, മാക്സിമം പൊന്തിഫ് എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് ദൈവവും അദ്ദേഹമാണ് രാജാവും. ഈ ഒരു ഫ്യൂഷൻ നിലനിൽക്കുമ്പോഴാണ് എങ്ങനെയായിരിക്കണം മതം, എങ്ങനെയായിരിക്കണം രാഷ്ട്രം. യേശു ഒറ്റ വാചകത്തിൽ പറയാണ്, സീസറിനുള്ള മണ്ഡലം സീസർ കൈകാര്യം ചെയ്യണം, മതത്തിനുള്ള ദൈവത്തിനുള്ള മണ്ഡലം പുരോഹിതന്മാർ കൈകാര്യം ചെയ്യണം. ഇറ്റ് ഷുഡ് ബി സെപ്പറേറ്റഡ്. മാത്രമല്ല, നിലവിലുള്ള രാഷ്ട്രീയ അധികാരത്തെക്കുറിച്ച് ഗംഭീരമായൊരു വിമർശനം യേശു ലളിതമായ ഭാഷയിൽ നടത്തി കൊടുക്കുകയാണ്. എങ്ങനെ? വളരെ നിസ്സാരമായിട്ടുള്ളൊരു ചോദ്യത്തിൽ നിന്ന് ഉത്തരത്തിൽ നിന്നാണ് ഇത് അവതരിപ്പിക്കുന്നത്. ആ ചോദ്യം ഇതാണ്: നിന്റെ രാജ്യം സംജാതമാകുമ്പോൾ സബദി പുത്രന്മാർ പറയാണ്, ഒരാൾ എൻ്റെ ഒരു മകൻ വലത്തെ ഭാഗത്തിരിക്കണം, എൻ്റെ ഒരു മകൻ ഇടത്തെ ഭാഗത്തിരിക്കണം. അപ്പോൾ അധികാരത്തിനുള്ള മനുഷ്യൻ്റെ മോഹത്തെ അവതരിപ്പിക്കുന്നത് ശിഷ്യന്മാരുടെ തന്നെ അധികാരമോഹമായിട്ടാണ്, അല്ലാണ്ട് നാട്ടുകാരെ വിമർശിക്കണില്ല. അവിടെ വെച്ച് യേശു അധികാരം എന്നതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ഒരു റീഡെഫിനിഷൻ നടത്തുകയാണ്. യേശു പറയാണ്, എങ്ങനെയാണ് ലോകത്തിലുള്ള രാജ്യങ്ങളിലെ രാജാക്കന്മാരുടെ സ്വഭാവം എന്താണ്? വളരെ കൃത്യമാണ്. യേശു പറയാണ്, ലോകത്തിലുള്ള രാജ്യങ്ങളിലെ രാജാക്കന്മാർ അവർ ദൈവങ്ങളെ പോലെയാണ്. മാത്രമല്ല, അവരെന്തെങ്കിലും ചെയ്യുമ്പോൾ ഔദാര്യം നൽകുന്നവരെ പോലെ, എന്ന് വെച്ചാൽ അവരുടെ പൂർവിക സമ്പത്തിൽ നിന്ന് ദാനം ചെയ്യുന്നത് പോലെ പെരുമാറുന്നു. ആ വാചകം വളരെ പൊളിറ്റിക്കൽ കൊണോട്ടേഷൻ ഉള്ളതാണ്. എമംഗ് ദ ജെൻഡൈൽസ് ദെയർ കിങ്സ് ആർ ലൈക്ക് ലോർഡ്സ്. ലോർഡ് എന്ന് പറഞ്ഞാൽ ദൈവം എന്നാണ് അർത്ഥം. അവ രാജാവ്, പ്രത്യക്ഷ ദൈവത, ദൈവം. നമ്മുടെ നാട്ടിലൊക്കെ ജന്മിമാരെ പോലും വിളിച്ചിരുന്നത് ഇമ്പ്രാക്കളെ, തമ്പുരാനെ എന്നാണ്. അപ്പോൾ രാജാവിൻ്റെ അധികാരം, ഭരണാധികാരിയുടെ അധികാരം ദൈവത്തെ പോലെയാണ്. ആ ദൈവം നമുക്ക് ഔദാര്യം തരാണ്. ഇന്നത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ പരിശോധിച്ചാലും യേശുവിൻ്റെ ആ വാചകം വളരെ പ്രസക്തമാണ്. ജനങ്ങളുടെ പൈസ കൊണ്ടാണ് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ ജീവിക്കുന്നത്. പക്ഷെ അവരെന്തോ ഔദാര്യം ജനങ്ങൾക്ക് ചെയ്യുന്നത് പോലെയാണ് പ്രവർത്തിക്കുന്നത്. അത് പഞ്ചായത്ത് മെമ്പർ തൊട്ട് പ്രധാനമന്ത്രി, പ്രസിഡന്റ് വരെയുള്ളവരിൽ ഇത് കാണാം. അപ്പോൾ ആ യേശുവിൻ്റെ വാചകത്തിന് വല്ല പ്രസക്തിയുണ്ടോ? എലക്ഷന് വോട്ട് ചെയ്യുന്നത് വരെ ഒരു സ്ഥാനാർത്ഥി നിങ്ങളുടെ അടുത്തേക്ക് വരും. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സ്ഥാനാർത്ഥിയുടെ അടുത്തേക്ക് പോകണം. അത് മുൻകൂട്ടി എഴുതി വെച്ചിരിക്കണം അവിടെ. എന്നിട്ട് പറയാണ്, നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആകരുത്. അപ്പോൾ വേറൊരു പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഉന്നയിക്കുകയാണ്. എന്താണ്? നിങ്ങളിൽ ഏറ്റവും വലിയവനാകുന്നവൻ മറ്റുള്ളവരുടെ ദാസനാകണം. ആ ദാസൻ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് മിനിസ്റ്റർ. അപ്പോൾ പ്രധാനമന്ത്രി ആരായിരിക്കണം? സേവകന്മാരുടെ സേവകൻ. അതാണ് പ്രൈം മിനിസ്റ്റർ. അപ്പോൾ ബൈബിളിലെ ഇത്തരം ഒരു കാര്യം, ഭരണാധികാരി മിനിസ്റ്ററാണെന്നും അതിൻ്റെ തലവൻ പ്രൈം മിനിസ്റ്ററാണെന്നും എന്ന് യേശു പറഞ്ഞുവെങ്കിലും 1500 വർഷം കഴിഞ്ഞപ്പോഴാണ് ഗ്ലോറിയസ് റവല്യൂഷനിലൂടെ ബ്രിട്ടനിൽ അങ്ങനെ ഒരു ആശയം തന്നെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അങ്ങനെയാണ് ഇന്ന് ആ വാചകം, സേവകന്മാരുടെ സേവകൻ എന്ന വാചകം ഇന്ത്യയിലെ പ്രധാനമന്ത്രിയുടെയും തലക്കെട്ടായി മാറിയത്.
അപ്പോൾ യേശുവിൻ്റെ ആ വാചകത്തിൻ്റെ പ്രസക്തി ലോകത്തിൽ നടക്കുന്ന ഒരു ദേവാസുര യുദ്ധത്തിൻ്റെ ഒരു സെറ്റപ്പിൽ വേണം അതിനെ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ചർച്ച അതുകൊണ്ട് തന്നെ ഈ വാചകത്തിനെ വ്യാഖ്യാനിക്കാൻ വിസമ്മതിച്ചതുകൊണ്ട് മാർപ്പാപ്പയുടെ ശരിയായിട്ടുള്ള ടൈറ്റിൽ എന്ന് പറയുന്നത് സേവകന്മാരുടെ സേവകനാണ്. പക്ഷെ റോമാ സാമ്രാജ്യത്തിൻ്റെ ആധിപത്യം നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ നമ്മൾ ക്രമേണ അതിനെ രാജാക്കന്മാരുടെ രാജാവ് എന്നാക്കി മാറ്റി. പോപ്പ് രാജ്യം നീണാൾ വാഴട്ടെ എന്ന് നമ്മൾ പറയുകയും റോമാ സാമ്രാജ്യത്തിൻ്റെ പൊളിറ്റിക്കൽ അധികാരത്തെ റോമാ സാമ്രാജ്യത്തിൻ്റെ മത അധികാരത്തിൻ്റെ കീഴിലാക്കുകയും ചെയ്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു തെറ്റായ സമീപനം ക്രൈസ്തവരുടെ പ്രാക്ടീസിൽ വന്നു ഭവിച്ചു. അപ്പോൾ സാമുവേൽ പ്രവാചകനോട് സാവൂൾ ചെയ്തത് രാജാവ് പുരോഹിതൻ്റെ അധികാരം ഏറ്റെടുക്കുകയാണെങ്കിൽ ഇവിടെ പുരോഹിതൻ രാജാവിൻ്റെ അധികാരം ഏറ്റെടുത്തു. ഈ ഏറ്റെടുത്തതിനെ ശരിക്കും പറഞ്ഞാൽ അറബ് രാജ്യങ്ങളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട് കാലിഫേറ്റ്, ഖിലാഫത്ത് എന്നൊക്കെ കേട്ടിട്ടുണ്ട് നിങ്ങൾ, ഖിലാഫത്ത്. അപ്പോൾ കാലിഫേറ്റ് എന്ന് പറയുന്ന ആ ഭരണ സംവിധാനം എന്ന് പറയുന്നത് പൗരസ്ത്യ ക്രൈസ്തവരുടെ ഇടയിൽ നിലനിന്നിരുന്ന സംവിധാനം അങ്ങനെ തന്നെ മുസ്ലിം ഭരണാധികാരികൾ ഏറ്റെടുത്തതാണ്. മുസ്ലിം ഭരണാധികാരികൾ ഒരേ സമയം ആരാണ്? പൊളിറ്റിക്കൽ ലീഡറാണ്, അതേസമയം തന്നെ റിലീജിയസ് ലീഡറാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആരാധ്യനായ ബഹുമാന്യനായ മുഹമ്മദ് നബി തൻ്റെ രാഷ്ട്രീയ അധികാരവും മതാധികാരവും ഒന്നായിട്ട് കൂട്ടിച്ചേർത്തപ്പോൾ അദ്ദേഹം മോസസിൻ്റെ ഒരു രീതി പിന്തുടരുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മോസസിൻ്റെ പൊളിറ്റിക്കൽ റിലീജിയസ് ഫ്യൂഷനെ എതിർക്കാതെ എങ്ങനെ മുഹമ്മദ് നബിയെ അല്ലെങ്കിൽ കാലിഫേറ്റിനെ എതിർക്കും എന്നുള്ളതാണ് ചോദ്യം. 2, കാത്തലിക് ചർച്ചിൻ്റെ ഈ ഒരു രീതിയെ നമ്മൾ തന്നെ സ്വയം വിമർശനത്തിന് വിധേയമാക്കാതെ എങ്ങനെ നമുക്ക് മറ്റു സമൂഹങ്ങളെ വിലയിരുത്താൻ കഴിയും? അപ്പോൾ ഇതിനൊരു മാറ്റം യഥാർത്ഥത്തിൽ വരുന്നത് എപ്പോഴാണ്? ശരിക്കും പറഞ്ഞാൽ യൂറോപ്പിൻ്റെ ഭരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നത് യൂറോപ്യൻ പ്രിൻസിലി സ്റ്റേറ്റുകളുടെ ഭരണത്തെ നിയന്ത്രിച്ചിരുന്നത് മാർപ്പാപ്പയായിരുന്നു. ആ മാർപ്പാപ്പയ്ക്കെതിരെ ആദ്യം സ്വരമുയർത്തിയത് ഹെൻറി 8 രാജാവാണ്. ആ ഹെൻറി 8 രാജാവ് എന്ത് ചെയ്തു? രാജാവിൻ്റെ അധികാരം പോപ്പിൻ്റെ അധികാരവുമായിട്ട് വിഭജിച്ചു. എന്നിട്ട് രാജാവ് സ്വയം പുരോഹിതനായിട്ട് മാറി. അത് തെറ്റ്. പക്ഷെ രാജാവ് ചെയ്ത ഒരു പോസിറ്റീവ് കർമ്മം, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ചെയ്ത ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പേപ്പൽ സ്റ്റേറ്റുകളുടെ ഭാഗമായി നിന്നിരുന്ന ബ്രിട്ടൻ അതിനെ എതിർത്തു എന്നുള്ളതാണ് ലോകചരിത്രത്തിൽ സംഭവിച്ച ഏറ്റവും നിർണായകമായ മാറ്റം. ആ മാറ്റത്തിൻ്റെ ചൂട് പിടിച്ചിട്ടാണ് ഇറ്റലിയിലെ സഭ ഇൻഡെക്സ് ചെയ്തിട്ടുള്ളൊരു ബുക്കാണ് മാക്കിവെല്ലി എഴുതിയ ദ പ്രിൻസ്. ദ പ്രിൻസ് എഴുതിയതിൽ വളരെ തെറ്റുകളുണ്ട്, ഒക്കെയുണ്ട്. ദ പ്രിൻസ് എന്ന ബുക്കിലാണ് മാക്കിവെല്ലി പരസ്യമായിട്ട് എഴുതുന്നത് മാർപ്പാപ്പയുടെ മതാധികാരത്തിൽ നിന്ന് പ്രിൻസിലി സ്റ്റേറ്റുകൾ മോചനം പ്രാപിച്ചില്ലെങ്കിൽ ഒറ്റ സ്റ്റേറ്റിനും വളരുക അസാധ്യമാണ്. അപ്പോൾ ഈ ഒരു പ്രക്രിയ യൂറോപ്പിൽ ആരംഭിച്ചു. ഹെൻറി 8 രാജാവിന് ശേഷം, പ്രിൻസ് എഴുതിയതിന് ശേഷം യൂറോപ്പിൻ്റെ പിന്നത്തെ ശ്രമം ഇതായിരുന്നു: രാജാവും പുരോഹിതനും തമ്മിലുള്ള ബന്ധത്തെ വിച്ഛേദിക്കുക. ശരിക്കും പറഞ്ഞാൽ പലരും എന്നോട് പറയാറുണ്ട്, വത്തിക്കാൻ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രമാണ്,
മാർപ്പാപ്പ ഒരു രാഷ്ട്രത്തലവനാണ്. ചിലർ എത്രയോ വലിയ നുണകളാണെന്നറിയോ വത്തിക്കാൻ എന്ന രാഷ്ട്രത്തെക്കുറിച്ച് പടച്ചു വിടുന്നത്. ഒരിക്കൽ മാതൃഭൂമി ചാനലിലാണെന്ന് പറഞ്ഞ് ഒരു ചർച്ച ഞാൻ കണ്ടു. അതിൽ ഒരു വ്യക്തി ഇരുന്ന് പറയുകയാണ്, വത്തിക്കാൻ രാജ്യത്താണ് ഏറ്റവും കൂടുതൽ മദ്യം ചിലവാകുന്നത്, മാർപ്പാപ്പയുടെ മൂക്കിന് താഴെയാണ് ആ രാജ്യത്താണ്, മാർപ്പാപ്പയ്ക്ക് ഇറ്റലിയിലെ മദ്യത്തിനെ നിർത്തിക്കൂടെ? അദ്ദേഹത്തിന് അറിയില്ലേ, ഈ വത്തിക്കാൻ എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരപ്പറമ്പിന് 1.5 മൈലാണ് ചുറ്റളവ്, 54 ഏക്കർ. അതിൻ്റെ ജസ്റ്റ് ഇരട്ടി മാത്രമേ ഉള്ളൂ വത്തിക്കാൻ എന്ന് പറയുന്ന രാജ്യത്തിന്. 106-108 ഏക്കർ എന്ന് പറഞ്ഞാൽ 3.2 കിലോമീറ്റർ, 2 മൈൽ സർക്കംഫറൻസ്. എന്നെ സഭയിലെ മെത്രാന്മാർ, പ്രത്യേകിച്ച് കുണ്ടുകുളം പിതാവൊക്കെ എനിക്ക് ഒരു സ്കോളർഷിപ്പ് വാങ്ങിച്ച് തന്ന് ഞാൻ അവിടെ പഠിച്ചിട്ടുണ്ട് ഇറ്റലിയിൽ. അപ്പോൾ ഈ എല്ലാ ദിവസവും കാലത്ത് എൻ്റെ മോർണിംഗ് വാക്ക് എന്ന് പറയുന്നത് വത്തിക്കാൻ എന്ന രാജ്യത്തെ ഒരു പ്രാവശ്യം വലം വയ്ക്കുക എന്നുള്ളതാണ്. തൃശ്ശൂർ എൻ്റെ ദിനചര്യ എന്ന് പറഞ്ഞാൽ കാലത്ത് 5 മണിക്ക് ഏറ്റ് വടക്കുനാഥൻ ക്ഷേത്രത്തിന് ഒരു പ്രാവശ്യം വലം വെച്ച് വീട്ടിൽ പോവുക എന്നുള്ളതാണ്. ഇത് 1.6 കിലോമീറ്റർ 1 മൈൽ, അത് 3.2 കിലോമീറ്റർ 2 മൈൽ. ഇതാണ് വത്തിക്കാൻ രാജ്യം. അതിനകത്ത് കെട്ടിടങ്ങളും ഓഫീസുകളും ഉള്ളൂ, അവിടെ കച്ചവട സ്ഥാപനങ്ങളില്ലേ. പക്ഷേ അങ്ങനെ ഈ വത്തിക്കാൻ ഒരു രാജ്യമാക്കി മാറ്റിയത് എന്താണ്? അപ്പോൾ ഈ പ്രിൻസിലി സ്റ്റേറ്റിൻ്റെ അധികാരം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ഇറ്റലിയിലെ പ്രഭുക്കന്മാരും നേതാക്കന്മാരും കൂടി പേപ്പസിയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച് അവസാനം ഈ വത്തിക്കാനെ ഇറ്റാലിയൻ സ്റ്റേറ്റിൻ്റെ കീഴിലാക്കുമെന്ന അവസ്ഥയെത്തി. അപ്പോൾ മറ്റു രാജ്യങ്ങൾ പറഞ്ഞു, ഒരിക്കലും മാർപ്പാപ്പ ഒരു രാജ്യത്തിൻ്റെ ആളാകാൻ പാടില്ല. മാർപ്പാപ്പ ബ്രിട്ടീഷുകാരുടെ ആളാണ്, മാർപ്പാപ്പ ജർമ്മൻകാരുടെ ആളാണ്, മാർപ്പാപ്പ ഫ്രഞ്ചുകാരുടെ ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥലം നിങ്ങൾ ഒരു ഇറ്റാലിയൻ സ്റ്റേറ്റിന് പോലും എൻ്റർ ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ടെറിട്ടറിയായി നിലനിർത്തണമെന്നുള്ള യൂറോപ്യൻ രാജാക്കന്മാരുടെ അഭ്യർത്ഥനയാണ്, യൂറോപ്യൻ പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ അഭ്യർത്ഥനയാണ് വത്തിക്കാന് ഒരു രാഷ്ട്രം എന്ന സ്റ്റാറ്റസ് കൊടുത്ത് നിലനിർത്താനുണ്ടായ കാരണം. അപ്പോൾ ഈ ചരിത്രത്തിൽ ഞാൻ എന്തിനാണ് ഈ ചരിത്രം പറയുന്നത്? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മതവും ഗവൺമെൻറ്റും തമ്മിലുള്ള ഈ സെപ്പറേഷൻ സമ്പൂർണ്ണമായിട്ട് ക്ലിയറാകുന്ന, യൂറോപ്പിൽ ക്ലിയറാകുന്നത് 1870-ലാണ്. വത്തിക്കാൻ്റെ മുമ്പിൽ ഒരു റോഡുണ്ട്, വിയ കൺസീലിയാസിയോനെ. അതായത് കൺസീലിയേഷൻ ടോക്സ് രാജാക്കന്മാർ തമ്മിലും പുരോഹിതന്മാർ തമ്മിലും നടന്ന സ്ഥലമാണത്. അപ്പോൾ ഈ 1870 ശേഷമാണ് സീസറിനുള്ളത് സീസറിനും മതത്തിനുള്ളത് മതത്തിനും എന്ന ബൈബിൾ വാക്യത്തിൻ്റെ യഥാർത്ഥമായ ചരിത്രപരമായ രൂപം സിദ്ധിക്കുന്നത്. വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ബാഹ്യമായി കത്തോലിക്ക സഭ അതിനുശേഷം ക്ഷയിച്ചുവെങ്കിലും ആന്തരികമായി ആത്മീയതയിൽ, കാഴ്ചപ്പാടിൽ, ദൈവശാസ്ത്രത്തിൽ ആന്തരികമായി സഭ വളർന്നു തുടങ്ങിയത് അന്നു മുതലാണ്. അതിൻ്റെ ഒരു ക്ലൈമാക്സാണ് വത്തിക്കാൻ കൗൺസിൽ, 2ാം വത്തിക്കാൻ കൗൺസിൽ. ഈ 2ാം വത്തിക്കാൻ കൗൺസിലിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, സ്റ്റേറ്റിൻ്റെ അധികാരവും സഭയ്ക്ക് സഭയുടെ അധികാരം, അത് ഓട്ടോണമിയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ബെനഡിക്ട് 16 മാർപ്പാപ്പ 2007 സീസറിനുള്ളത് സീസറിനും സഭ മതത്തിനുള്ളത് മതത്തിനും എന്ന് പറഞ്ഞത് സെപ്പറേറ്റ് ചെയ്യണം എന്ന് വാദിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഭാഗികമായി ഹെൻറി 8 ശരിയായിരുന്നു, ഭാഗികമായി ദ പ്രിൻസ് എന്ന ഗ്രന്ഥത്തിൽ ശരിയായിരുന്നു, ഭാഗികമായി യൂറോപ്പിലെ പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ പ്രധാനപ്പെട്ട വാദം ശരിയായിരുന്നു എന്ന് നമ്മൾ ആദ്യമേ അംഗീകരിക്കണം. അപ്പോൾ ക്രൈസ്തവർ ആദ്യം തന്നെ ഇക്കാര്യം അംഗീകരിച്ചിട്ട്, അപ്പോൾ ക്രൈസ്തവരെ കുറിച്ച് യേശു തന്നെ പറഞ്ഞിട്ടുള്ള, നിങ്ങൾ മലമുകളിൽ പണിത പ്രകാശഗോപുരം പോലെ ആയിരിക്കണം. അപ്പോൾ ലോകത്തിലുള്ള മറ്റു രാജ്യങ്ങളിൽ
1875 മുൻപ് രാഷ്ട്രീയ അധികാരവും മതാധികാരവും ഒരുമിച്ച് ചേർത്തൊരു ഭരണഘടന, ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കിയാൽ അവർക്ക് ഇങ്ങനെ പറയാം, ഞങ്ങൾ കത്തോലിക്ക സഭേനെ നോക്കിയിട്ടാണ് ഇതുണ്ടാക്കുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. കഴിഞ്ഞ 150 വർഷമായിട്ട് അങ്ങനെ പറയാൻ കഴിയില്ല. നമ്മൾ പഴയ കാലത്തെ ചരിത്രത്തിലെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനേ നേരം ഉണ്ടാവുള്ളൂ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോംപ്രമൈസിനോ ഒരു വളർച്ചയ്ക്കോ സമയമുണ്ടാവില്ല. അപ്പോൾ ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ വേണം ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും എന്ന പൊളിറ്റിക്കൽ മിലിയു, റിലീജിയസ് മിലിയുവിൻ്റെ സെപ്പറേഷനെ ആദ്യം തന്നെ ക്രൈസ്തവരെ അംഗീകരിക്കുകയും കത്തോലിക്കർ അംഗീകരിക്കുകയും ഇതിന് വിരുദ്ധമായിട്ട് ഞങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് ആദ്യം അംഗീകരിക്കുകയും ചെയ്യണം. അങ്ങനെ തെറ്റാണെന്ന് സ്വയം അംഗീകരിച്ചാൽ, കാരണം ഈ ദൈവവചനം തെറ്റുതിരുത്തലിനും ഉള്ളതാണെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കുന്ന ദൈവവചനം ഉപയോഗിച്ചിട്ട് നാട്ടുകാരുടെ തെറ്റുതിരുത്താനാണെന്നാണ്. തെറ്റുതിരുത്തലിനും ശാസനത്തിനും ഉള്ളതാണ് ദൈവവചനം. ബൈബിളിൽ കൃത്യമായിട്ട് പറയേണ്ടത് ഇത് ഇരുതലവാളിനെ പോലെയുള്ളതാണ്. കുത്തുന്നവനും മുറിയണം, കൊത്തു കൊണ്ടവനും മുറിയണം, കുത്തുന്നവനും മുറിയണം. ഡബിൾ എഡ്ജഡ് സോഡ്, 2 സ്ഥലത്ത് മുറിയാനുണ്ട്. അവനും മുറിയണം, ഞാനും മുറിയണം. അപ്പോൾ കേരളത്തിലെ കത്തോലിക്കർക്ക്, കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് ഖിലാഫത്ത് മൂവ്മെൻ്റ് എന്ന് പറയുന്ന മൂവ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ ഗാന്ധിജിയെ വിമർശിക്കാറുണ്ട്. ഗാന്ധിജി ഖിലാഫത്ത് മൂവ്മെൻറ്റിലൂടെ നടപ്പിലാക്കാൻ ശ്രമിച്ചത് തുർക്കികളുടെ പൊളിറ്റിക്കൽ റിലീജിയസ് നേതാവാണ് തുർക്കിയിലെ രാജാവ്. ആ കാലിഫിൻ്റെ ഭരണം ലോകം മുഴുവൻ എത്തിക്കുക എന്നുള്ളതാണ് ഖിലാഫത്ത് മൂവ്മെൻറ്റിൻ്റെ ലക്ഷ്യം. അപ്പോൾ ആ ഖിലാഫത്ത് മൂവ്മെൻറ്റിനെ എതിർക്കുക, അത് ഗാന്ധിജിക്ക് പറ്റിയ തെറ്റിതാണ്. ബ്രിട്ടീഷുകാർക്കെതിരാണ് എന്ന ഏക കാര്യത്തിന്മേലാണ് ഗാന്ധിജി അതിനോട് കൂട്ടുപിടിച്ചത്. പക്ഷെ ഗാന്ധിജി പിന്നീട് അതിൽ നിന്ന് ഒരു ഫോളിയായിരുന്നു എന്ന് പറഞ്ഞ് പിന്തിരിയുന്നുണ്ട്. ബ്രിട്ടീഷുകാർക്കെതിരെ ഇത്രേ അതിനെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കാലിഫേറ്റ് എന്ന് പറയുന്ന ഈ സംവിധാനത്തെ കാത്തലിക്സിനോ ക്രിസ്ത്യാനികൾക്കോ എതിർക്കണമെന്നുണ്ടെങ്കിൽ നമ്മളാദ്യം തന്നെ നമ്മൾ ചെയ്തത് തെറ്റാണെന്ന് പറയുക, എന്താണ് ശരിയെന്ന് പറയണം. ഇതേ കാലിഫേറ്റ് നടപ്പിലാക്കണമെന്നാണ് ചില ഇന്ത്യയിലുള്ള ചില എന്താ പറയുക ഫണ്ടമെൻ്റലിസ്റ്റുകൾ ആവശ്യപ്പെടുന്നത്. എന്താണ് അവരുടെ ആവശ്യം? ഇന്ത്യയിലെ ഭരണാധികാരിയും ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റണം. അതായത് ഭരണാധികാരിയും മതാധികാരിയും ഒരേ കേന്ദ്രത്തിൽ വന്ന് ചേരണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു നിലപാടാണ് ശരിക്കും പറഞ്ഞാൽ ചർച്ചിന് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഇൻക്വിസിഷൻ ഉണ്ടാവുന്നത്. റോമൻ സാമ്രാജ്യം തകർന്നത് ചർച്ച് വന്നതുകൊണ്ടാണെന്ന് പറയാൻ ഒരു കാരണമുണ്ട്. എന്താണ്? നിങ്ങൾ യേശുവിൻ്റെ വിധി പ്രസ്താവനയുടെ സമയം ഒന്ന് പരിശോധിച്ച് നോക്കുക. പീലാത്തോസ് യഹൂദന്മാരോട് പറയുന്നത്, നിങ്ങളുടെ നിയമം അനുസരിച്ച് അവനെ വിധിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? റോമൻ നിയമം നിലനിൽക്കുമ്പോൾ തന്നെ റോമൻ ടെറിട്ടറിയുടെ അകത്ത് പർട്ടിക്കുലർ ലോ, ആ സമൂഹത്തിൻ്റെ ലോ അവിടെ നിലനിൽക്കുന്നുണ്ട്. യഹൂദന്മാർക്ക് യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് ജീവിക്കാം, വിശാലമായിട്ട് റോമൻ നിയമത്തിൻ്റെ പരിധിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട്. പക്ഷേ റോമൻ കത്തോലിക്ക സഭയ്ക്ക് റോമിൻ്റെ അധികാരം കിട്ടിയപ്പോൾ എന്തു ചെയ്തു? ബാക്കി എല്ലാവരും റോമിൻ്റെ നിയമം അനുസരിക്കണമെന്ന് നമ്മൾ ശാഠ്യം പിടിച്ചു. ആ ശാഠ്യം പിടിച്ചതാണ് മുസ്ലിമുകൾ ഇന്ന് ശാഠ്യം പിടിച്ചുകൊണ്ടിരിക്കുന്നത്. കാലിഫേറ്റ്. അതിനൊരു മാറ്റം വരുത്തിയത് ആ പഴയ റോമൻ സംവിധാനത്തിലേക്ക് തിരിച്ചു പോവുകയാണ് ബ്രിട്ടീഷുകാർ ചെയ്തത്. പക്ഷെ പോർച്ചുഗീസുകാർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. അത് സഭയുടെ പേരിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ പോർച്ചുഗലിൻ്റെ രാഷ്ട്രീയ അധികാരിക്ക്
ബിഷപ്പിനെ അപ്പോയിൻ്റ് ചെയ്യാനുള്ള അധികാരം കൊടുത്തു. എന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ പവറിന് റിലീജിയസ് പവർ അങ്ങോട്ട് കൊടുത്തു. അത് തെറ്റായിരുന്നു അത്. പക്ഷേ അത് തെറ്റാണെങ്കിൽ പോലും പോർച്ചുഗീസുകാരുടെ സഭ ചെയ്ത നന്മകൾ ഞാൻ സ്വീകരിക്കുന്നുണ്ട് കേട്ടോ. അവരുടെ തെറ്റിനെ ധിക്കരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പോർച്ചുഗീസുകാർ ഇവിടെ വന്നിട്ട് പോർച്ചുഗീസ് നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ട് കണ്ടതിനെയൊക്കെ തള്ളി പറയാനും തുടങ്ങി. പോർച്ചുഗീസ് ഇൻക്വിസിഷനിലൂടെ ഇവിടുത്തെ ക്രൈസ്തവരോ ഹിന്ദുക്കളോ മറ്റുള്ളവരെ അവർ ഉന്മൂലനാശം ചെയ്യാൻ ശ്രമിച്ചു. അത് മുസ്ലിമുകളോടും ചെയ്തു. അങ്ങനെയാണ് മുസ്ലിമുകൾ പോർച്ചുഗീസുകാർക്ക് എതിരായത്. അപ്പോൾ പോർച്ചുഗീസുകാരും കാത്തലിക്സും തമ്മിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കൊണ്ട് മുസ്ലിമുകളുടെ മനസ്സിൽ ഇപ്പോഴും പോർച്ചുഗീസുകാരോടല്ല ദേഷ്യം, ക്രിസ്ത്യാനികളോടാണ് ദേഷ്യം. അപ്പോൾ മുസ്ലിമുകൾക്ക് ക്രിസ്ത്യാനികളോടുള്ള ദേഷ്യം തീരണമെങ്കിൽ പോർച്ചുഗീസുകാർ മതത്തിൻ്റെ പേരിൽ മുസ്ലിമുകളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിന് ഇപ്പോഴുള്ള നമ്മൾ മാപ്പ് ചോദിക്കണം. കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ കാത്തലിക് ചർച്ചിൽ നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പിതാമഹന്മാർ ചെയ്ത നന്മയിലും പങ്കുചേരണം, തിന്മയിലും പങ്കുചേരണം. അതുകൊണ്ട് തിന്മേനെ ന്യായീകരിക്കില്ല, തെറ്റിപ്പോയി സഹോദര. അതാണ് ഒരു സാഹോദര്യത്തിൻ്റെ ഒരു ഭാവം. അവിടെ തോൽക്കുകയല്ല, അവിടെ വിജയിക്കുകയാണ്. എന്നാൽ പോർച്ചുഗീസുകാരേക്കാൾ ഭംഗിയായിട്ട് ബ്രിട്ടീഷുകാർ എന്തുകൊണ്ട് ഇന്ത്യ ഭരിച്ചു? ഇന്ത്യനെ മുഴുവൻ അവർ കീഴടക്കി. ബ്രിട്ടീഷുകാർ പോയ സ്ഥലങ്ങളിലൊക്കെ ബ്രിട്ടീഷ് ലോയുമുണ്ട്, പർട്ടിക്കുലർ ലോയുമുണ്ട്. എന്ന് വെച്ചാൽ ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കളുടെ നിയമത്തിനനുസരിച്ച് ജീവിക്കാം, മുസ്ലിമുകൾക്ക് മുസ്ലിമുകളുടെ നിയമം അനുസരിച്ച് ജീവിക്കാം, ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യാനികളുടെ നിയമം അനുസരിച്ച് ജീവിക്കാം. രാഷ്ട്രം അതിൽ ഇടപെടില്ല. പക്ഷേ രാഷ്ട്രത്തിൻ്റെ നിയമത്തിന് വിരുദ്ധമായി വന്നാൽ ഇടപെടും. അങ്ങനെയാണ് 200 കൊല്ലം ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിച്ചത്. അത് പഴയ റോമ സാമ്രാജ്യത്തിൻ്റെ അതേ സ്ട്രാറ്റജിയാണ്. അതുകൊണ്ടാണ് അവർ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായിട്ട് മാറിയത്. അപ്പോൾ ആ ഒരു രീതിയാണ് ഇന്ന് മൊത്തം യൂറോപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന സെക്കുലർ സ്റ്റേറ്റ് എന്ന് പറയുന്ന ആശയം തന്നെ. അപ്പോൾ ഇന്ത്യ ഒരു സെക്കുലർ സ്റ്റേറ്റ് ആണ് എന്ന് പറയുമ്പോൾ വ്യക്തികൾക്ക് രാഷ്ട്രത്തിൻ്റെ പൊതു താല്പര്യങ്ങൾക്ക് വിരുദ്ധമല്ലാത്ത വിധത്തിൽ സ്വകാര്യമായിട്ട് ജീവിക്കാനും ട്രസ്റ്റ് ഉണ്ടാക്കാനുമുള്ള മതം പ്രഘോഷിക്കുക, അവരെ ആരാധിക്കുക, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന ഒരു കാഴ്ചപ്പാടിലാണ് ഇന്ത്യൻ ഭരണഘടന രൂപം കൊടുത്തത് തന്നെ. അപ്പോൾ ആ ഭരണഘടന അതാണ് മോഡേൺ സ്റ്റാൻഡേർഡ്, അതാണ് ഏറ്റവും അനുയോജ്യം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മതരാഷ്ട്രം എന്ന് പറയുന്നത് രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കുകയും നമ്മുടെ മതത്തെ തന്നെ നശിപ്പിക്കുകയും ചെയ്തുവെന്ന് നമ്മുടെ ചരിത്ര പശ്ചാത്തലത്തിൽ മനസ്സിലാക്കുന്നത് നാം തന്നെ ഒന്നുകൂടി ഓർമ്മിക്കുകയും ദൈവം സ്നേഹമാകുന്നു എന്ന് പറയുന്ന ചാക്രിക ലേഖനത്തിൻ്റെ 28ാം ഖണ്ഡികയിൽ പറയുന്ന മതത്തിനും രാഷ്ട്രത്തിനും 2 മണ്ഡലങ്ങളുണ്ടാവണം, 2 ഓട്ടോണമി ഉണ്ട്. മതം മനുഷ്യൻ്റെ ധാർമ്മികതയിലാണ് ഇടപെടേണ്ടത് എന്ന ആ ചിന്ത കൂടുതൽ നല്ല ഒരു ഇന്ത്യ രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ ഒരു ആശയധാരയായി രൂപം കൊള്ളട്ടെ. അങ്ങനെ സർവമത സൗഹാർദ്ദ രാജ്യം, അതാണ് ഇന്ത്യയുടെ ഏറ്റവും അടിസ്ഥാന സിദ്ധാന്തം, നാനാത്വത്തിലെ ഏകത്വം. അതിലേക്ക് ഇന്ത്യൻ സമൂഹത്തിന് വളരാനുള്ള ഒരു സാധ്യതയുണ്ടാകട്ടെ. ഏതെങ്കിലും വ്യക്തികൾക്ക് മതരാഷ്ട്രമാകണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചരിത്രം അതിനെതിരാണ്, അത് രാജ്യത്തെ തന്നെ തകർക്കും, അത് സത്യത്തിന് വിരുദ്ധമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഭരണാധികാരികൾ സേവകന്മാരുടെ സേവകന്മാരാക്കുന്ന മലമുകളിലെ പ്രകാശമായി മാറാൻ സഭയുടെ ഹൈറാർക്കിക്ക് കഴിയട്ടെ എന്നും ഞാൻ ആശിച്ചു പോവുകയാണ്. സീസറിനുള്ളത് സീസറിനും, ദൈവത്തിനുള്ളത് ദൈവത്തിനും. താങ്ക് യു.